അപ്പോൾ AI എല്ലാ മേഖലയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ AI ഏറ്റവും നന്നായിട്ട് ലിവറേജ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും ഭാവിയിൽ സക്സസ്ഫുൾ ആണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊക്കെ ഒരു തോട്ട്. ഇതിന് കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്ത് വേണം, ജോലി വേണം. പ്രത്യേകിച്ച് ഏൺ ചെയ്യാൻ പെട്ടെന്ന് തുടങ്ങണം എന്നുള്ള ആവശ്യം. ഇപ്പൊ 4 വർഷം എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നും പലതിലും അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. 14 വയസ്സായ ആധാർ കാർഡ് ഉള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, 10ാം ക്ലാസ് എഴുതാം. 9ാം ക്ലാസ് വരെ പഠിച്ചോളണം എന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു നമ്പർ 1 ഫാക്ടറാണ്. സമൂഹത്തിന് ഏറ്റവും വില കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഫുൾഫില്ല് ചെയ്യേണ്ട ഒരു സംഗതിയാണ് വിദ്യാഭ്യാസം. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി വീണ്ടും പഠിക്കാൻ വരികയാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊരു പ്ലാൻ നിങ്ങളുടെ മൈൻഡിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഫോർ യുവർ ലവ്ഡ് വൺസ്, ആർക്ക് വേണമെങ്കിലും ആവാം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ മൈ ബ്രാൻഡ് മൈ പ്രൈഡിന്റെ എപ്പിസോഡ് ഇസ് ഹെൽപ്ഫുൾ ഫോർ യു. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫോർ യു എന്ന് പറയാം. കാരണം അങ്ങനെ ഒരു ബ്രാൻഡാണ് ഇന്ന് നമ്മുടെ മൈ ബ്രാൻഡ് മൈ പ്രൈഡിൽ. എഡ്യൂടാലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷനിൽ നിന്ന് ഐ ഹാവ് ആഷിഖ് ആൻഡ് സക്കറിയ. വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും കൂടെ എയർ പിടിച്ചിരിക്കുന്നത് എന്താ? ഞാൻ അത്ര എയർ പിടിച്ചിട്ടില്ലല്ലോ. നിങ്ങളല്ലേ പറയണേ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖല ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖല ചൂസ് ചെയ്യാൻ ശരിക്കും നമ്മളിത് കോവിഡ് ഉണ്ടല്ലോ, കോവിഡിന്റെ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നത്. ഇതിന്റെ ഒരു സാധ്യത അപ്പോഴാണല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് നമുക്കിപ്പോ കോവിഡ് ഒരു പാൻഡമിക് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട്. കാരണം ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ ഒരു വർഷം 3000-1500ഓളം സ്റ്റുഡൻസ് നമുക്ക് എന്ത് ചെയ്യാണ്, എഡ്യൂക്കേഷനിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റുഡൻസിനെ നമ്മൾ ഒരു ഫിസിക്കലി ഒരു ഓഫ്ലൈനായിട്ട് നമ്മൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ എത്ര ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ കുട്ടികളിലേക്കും അത് കൂടുതൽ ക്ലയൻസിലേക്ക് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്താനും പറ്റും. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനും പറ്റും, പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ വാട്ട് വർ യു ഗൈസ്? നിങ്ങളപ്പോ ഇതിന് ഈ എഡ്യൂടാലിം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ബേസിക്കലി ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്. സ്വാഭാവികം. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, അദ്ദേഹം കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. ഞങ്ങൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെയാണ് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഡ്യൂക്കേഷണൽ മേഖലയിലായതുകൊണ്ട് നമുക്ക് അറിയാം. കാരണം ഇതിൽ കുറെ പറ്റിക്കപ്പെടലുകളുണ്ട്. പിന്നെ കുറെ ഓവർ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇല്ലാത്ത ഡ്യൂറേഷൻ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് അടിച്ചു പോയി കണ്ടില്ല, ഫേക്ക് ഇതൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ നല്ല ഇപ്പോൾ വേൾഡിലുള്ള വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികൾ, ടോപ്പ് യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ഇന്ത്യയിൽ IIT വരെ IIM വരെ ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങി. റെഗുലർ പോലെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങി. അതേപോലെ തന്നെ UGC ഡിസ്റ്റൻസ് ആയാലും റെഗുലർ ആയാലും ഒരേപോലെയാണെന്നില്ല. അതായത് UGC ഡിസ്റ്റൻസ് ആണെങ്കിലും റെഗുലർ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് അതിന്റെ വാല്യൂ കണക്കാക്കുക, സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ. അപ്പോൾ ഈ ഒരു രംഗത്ത് നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു സർവീസ് ഇവിടെ ഒരു ഫാക്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, കൃത്യമായിട്ട് ഒരു പ്രൊഫഷണലിസം ഇതിൽ കൊണ്ടുവന്നു. ഇപ്പം ഞങ്ങൾ ഒരു റൂറൽ ഏരിയ എന്ന് പറയാം. മലപ്പുറം ജില്ലേൻ്റെ ഹൃദയഭാഗമാണ് മഞ്ചേരി, മെഡിക്കൽ കോളേജൊക്കെ ഉള്ള സ്ഥലമാണ്. എന്നിരുന്നാലും ഒരു ബാക്ക്വേർഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിൻ്റെ തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ 21ഓളം രാജ്യങ്ങളിൽ, ഇപ്പം അതിലും കൂടിയിട്ടുണ്ടാവും, നിന്നുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നത് നമുക്ക് കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ കൊടുക്കുന്ന സർവീസുകളുടെ ഒരു എഫക്റ്റ് കാരണമാണ് ഇത്രയും കുട്ടികൾ എന്ത് ചെയ്തത് വരുന്നതും കൂടുതൽ റെഫറൽ നമുക്ക് വരുന്നതും. അപ്പോൾ ഇപ്പോൾ കറന്റ് നമ്മൾ 6 വർഷമായി. ഈ 6 വർഷം കൊണ്ട് ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു ആളുകൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷനായിട്ട്, ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, അതുകൊണ്ടാണ് വർഷം ഒരു 3000-3500 സ്റ്റുഡൻസ് ഓരോ വർഷം നമ്മളോടൊപ്പം വന്ന് ചേരുന്നതും പഠിക്കുന്നതും ഹാപ്പി ആയിട്ട് അവര് പോകുന്നതും. ഇപ്പൊ എഡ്യൂടാലിമിന്റെ ഇപ്പോൾ സക്കറിയ പറഞ്ഞില്ലേ, ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എഡ്യൂടാലിം തുടങ്ങുന്നതെന്ന്. ഈ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രോബ്ലംസ്? മെയിൻ ഫാക്ടർ ക്രെഡിബിലിറ്റി ആയിരുന്നു. ആ ഒരു ക്രെഡിബിലിറ്റി, അതായത് ഫേക്ക് സാധനങ്ങൾ കൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന. പിന്നെ സർവീസ്, നമ്മളെ സ്റ്റുഡൻസ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിന്
ആപ്റ്റായിട്ടുള്ള സർവീസ് കൊടുക്കാത്ത ഒരു സംഗതി മാർക്കറ്റിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംഗതിയുണ്ട്. പല എന്താണ് റേറ്റ്, ഇപ്പോൾ ഒരു ഫീസ് നോക്കുകയാണെങ്കിലും വളരെ കുറഞ്ഞ ഫീസിൽ എന്ത് ചെയ്യും, ആൾക്കാരെ ഹുക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യും, അഡ്മിഷൻ എടുക്കും. പക്ഷെ ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കേസുകൾ നമ്മുടെ അടുത്ത് കുട്ടികൾ കൊണ്ടുവരും, ചെറിയ ഫീസിന് എടുത്തു, പക്ഷെ ഇപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, നിലവിൽ വർക്ക് ചെയ്യണില്ല. പിന്നെ രജിസ്ട്രേഷൻ ചെയ്യും, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് പറഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യണില്ല, ചെയ്തു കൊടുക്കുന്നില്ല സമയത്ത്. ഇതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് കിട്ടേണ്ട ക്ലാസ്സുകൾ. ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് മെയിനായിട്ട് ആളുകൾ വരുന്നത് പഠനം പാതി വഴിയിൽ മുടങ്ങിയവരാണ്. പല സാഹചര്യങ്ങളാൽ, ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളാൽ മുടങ്ങിയവരാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടണം എന്നുള്ളതും അവരുടെ ഒരു ആഗ്രഹം സഫലീകരിക്കണം എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 82 വയസ്സുള്ള ആള് SSLC എഴുതുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത ഗൂഗിളിൽ കാണാൻ പറ്റും. എന്തിനു വേണ്ടി? ജോലിക്ക് വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല, അവരുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം ഇത് ബേസിക്കലി ഒരു മനുഷ്യനെ, പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു നമ്പർ 1 ഫാക്ടറാണ്. സമൂഹത്തിന് ഏറ്റവും വില കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഫുൾഫില്ല് ചെയ്യേണ്ട ഒരു സംഗതിയാണ് വിദ്യാഭ്യാസം. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി വീണ്ടും പഠിക്കാൻ വരികയാണ്. അപ്പൊ ഇവർ ആഗ്രഹിക്കും, സ്വാഭാവികമായിട്ട് ഇവർ ആഗ്രഹിക്കും, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു സംഗതിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ ചെയ്തത് എന്താ വെച്ചാൽ ഇവർക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന രീതിയിലുള്ളൊരു ഫീലിംഗ് വന്നു. അതായത് ഇപ്പോൾ ഓൺലൈനായിട്ട് ഞങ്ങൾ ഇവർക്ക് കലോത്സവം നടക്കുന്നുണ്ട്. ഓൺലൈൻ കലോത്സവം നടന്നു. അത് കോവിഡ് കാലത്തുണ്ടായിരുന്ന സാധനല്ലേ? കോവിഡ് കാലത്ത് കേട്ടിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ അങ്ങനെ കലോത്സവം നടത്തിയിട്ടുണ്ട്. അതെ, അതേ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്തു ഇപ്പോഴും നടത്തുന്നുണ്ട്. കാരണം നമ്മളെ സ്റ്റുഡൻസ് ഓൺലൈനിലാണല്ലോ ഇപ്പോഴും പഠിക്കുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കിട്ടണമല്ലോ. എല്ലാ വീക്കിലി നമുക്ക് എന്തുണ്ട് പ്രോഗ്രാംസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുട്ടികൾ തന്നെ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്. പിന്നെ അവൈലബിൾ ആയ കുട്ടികൾ ഓഫ്ലൈനായിട്ടും ഒത്തുചേരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങനത്തെ ഒരു പ്രോഗ്രാം കുട്ടികൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഇതിലൊക്കെ ഉള്ളൊരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നന്മയാണല്ലോ. വിദ്യാഭ്യാസം ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു നന്മയാണ്. ഇപ്പം ഇന്നുള്ള ലോകത്തിലെ ഏത് പ്രശ്നമായാലും, വർഗീയതയാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും അതിൻ്റെ ഒരു ബേസിക് കാരണം വിദ്യാഭ്യാസം ഇല്ലായ്മയാണ്. കേരളത്തിനത് ബാധിക്കാത്തത് വിദ്യാഭ്യാസം നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉള്ളത് കൊണ്ടാണ്. കേരളത്തിനൊന്നും ബാധിക്കാതെ ആ ഒരു എന്താണോ ഇന്ത്യ ഉദ്ദേശിക്കുന്ന ഡെമോക്രസിയും സെക്യുലറിസം ഒക്കെ കീപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ഫാക്ടറാണ്. അപ്പൊ ഇതൊരു നന്മയാണ്. ഈ നന്മയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേടുന്നത് കാണുമ്പോൾ, അത് സംഭവിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പൊ കുറെ കോഴ്സസ്, അതായത് ഇപ്പൊ ഓഫ്ലൈൻ കലോത്സവം ഒക്കെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസിൽ നമ്മൾ ഏതൊക്കെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ ക്ലാസ്സുകളാണ്? നമ്മൾ മെയിൻ ആയിട്ട് 10th +2 10ാം ക്ലാസ് +2 അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബോർഡ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അത് 14 വയസ്സായ ആധാർ കാർഡ് ഉള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, 10ാം ക്ലാസ് എഴുതാം. 9ാം ക്ലാസ് വരെ പഠിച്ചോളണം എന്നില്ല. അയാൾക്ക് 14 വയസ്സായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും വിദ്യാഭ്യാസം തുടങ്ങി പഠിച്ചിട്ട് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അത് 10ാം ക്ലാസ് പാസ്സായി 2 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും +2 ചെയ്യാം. ഡ്യൂറേഷൻ പറയുന്നത് 6 മാസമാണ്. 6 മാസം കൊണ്ട് SSLC +2. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രൊജക്റ്റാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ളതിന്റെ ഒരു ഇതിൽ നിന്നും ഉണ്ടായ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന ഒരു. പിന്നെ നമ്മൾ ഡിഗ്രി PG, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ, വേൾഡിലെ ഏറ്റവും നമ്പർ 1 ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് വേൾഡിൽ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ ഫുൾ സപ്പോർട്ട്. അതായത് ഇത് ഇഗ്നോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു നമ്മളിപ്പോൾ ഒരു കോളേജിൽ പോകുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വായിക്കും, പ്യൂണ് കൊണ്ടുവരും, ടീച്ചർ അത് പ്രൊഫസർ നമ്മളെ മുന്നിൽ നിന്ന് വായിക്കും, നമ്മളത് അറിയും, എക്സാം അടുത്ത ആഴ്ചയാണ്, ഇതെല്ലാം നമ്മളറിയും. പക്ഷെ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പഠിക്കുന്ന കുട്ടി അയാള് നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ഡേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിലാണ് നമ്മൾ സൊല്യൂഷൻ വരുന്നത്. നിങ്ങൾ നമ്മളൊപ്പം ചേർന്നോളൂ. എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളും ക്ലാസ്സും സപ്പോർട്ടും എല്ലാം നമ്മൾ നൽകും. നമ്മൾ പാസ്സാക്കും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സപ്പോർട്ടാണ് അത്. കാരണം ഇത് എന്താണ്, പഠിക്കുന്നത് ജോലിൻ്റെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഇടയിലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റ് അപ്ഡേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റ് കുവൈത്തിൽ ഒരു ഹൗസ് മെയ്ഡായിട്ട് വർക്ക് ചെയ്യാണ്. 4 hours ആണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഫ്രീ ടൈം ആയിട്ട് കിട്ടുന്നത്. ഈ ഫ്രീ ടൈമിലാണ് പഠിക്കേണ്ടത്. ഈ ഫ്രീ ടൈമിൽ ഫോൺ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല വീട്ടിൽ. അപ്പോൾ ഇവള് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോയിരുന്നിട്ടാണ് ക്ലാസ്സുകൾ കേൾക്കുന്നത്.
നമ്മൾ ഓൺലൈൻ കലോത്സവം പറഞ്ഞു. എത്ര പ്രായമുള്ള ആളാ? ഒരു 35 ആ റേഞ്ചിലുള്ള കൊച്ചു കുട്ടികളുണ്ട്, ഭർത്താവ് മരണപ്പെട്ടതാണ്, സുഖമില്ലാത്ത ഉപ്പയുമുണ്ട്, അവരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ ജോലിക്ക് പോയതാണ്. തൃശ്ശൂരുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നമ്മളെ. ഇപ്പൊ കുവൈത്തിലാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു നന്മയാണ് അവിടെ നടക്കുന്നത്. ഓൺലൈൻ കലോത്സവത്തിൽ അവർ എന്ത് ചെയ്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സമ്മാനം നേടി. അത് എവിടുന്നാ പങ്കെടുക്കണത്? ടോയ്ലറ്റിൽ ഇരുന്നിട്ടാ. അപ്പോൾ അങ്ങനെ അവർക്ക് നേടി. അത് ഞങ്ങൾ അറിയുന്നത് തൃശ്ശൂർ വെച്ച് ഇതിന്റെ സമ്മാനം ആ ജില്ലയിലുള്ള കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയപ്പോൾ അവരുടെ ഉപ്പയും ഉമ്മയും അപ്പോഴാണ് അറിയണത് ഇവള് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. മക്കളെയും കൂട്ടി വന്ന് വാങ്ങി. നമ്മുടെ ഇൻസ്റ്റയിലുണ്ട് അതിന്റെ വീഡിയോസ്. അപ്പൊ ഇങ്ങനത്തെ സന്തോഷങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആളുകളാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫോക്കസ് ചെയ്യണമെന്ന്, സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായി. ഇപ്പൊ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ കേസ് വരുമ്പോൾ പറഞ്ഞു അമെൻമെന്റ് വന്നിട്ടുണ്ട് സർക്കാർ ഈ ഓപ്പൺ സ്കൂളിങ്ങിന് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അത്രയും തന്നെ വാല്യൂ ഉണ്ടെന്ന്. ബട്ട് സ്റ്റിൽ നമ്മൾ പറയുമല്ലോ, അതായത് ഇപ്പൊ നമ്മൾ ഏത് കോഴ്സ് ഇപ്പൊ PG ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേക്കും എങ്ങനെയാ ചെയ്തത്, ഡിസ്റ്റൻസ് ആയിട്ടാ എന്ന് പറയുമ്പോൾ അവിടെ ഒരു താഴ്ച പോലെ ഫീൽ ചെയ്യും. ഫ്രം യുവർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 5 years ബാക്ക് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കുറച്ച് പണിയായിരുന്നു. പല ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ പലരും ഇത് കേട്ടിട്ടില്ല, NIOS എന്താ, ഇഗ്നു എന്താ. ഇപ്പോൾ എല്ലാവരും അവെയറാണ്, കുറേയൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് അറിയാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കി എല്ലാ ആളുകൾക്കും ഇതൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഇത് പ്രൈമറി ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ ഡിഗ്രി ആൻഡ് സ്കിൽ കോഴ്സുകൾ ഒരുമിച്ചെടുത്ത് അവരെ കരിയർ തന്നെ വേറെ രീതിയിൽ കൊണ്ടുപോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് അത് പറഞ്ഞു കൊടുക്കാൻ. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് വന്നതിന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകളൊന്നും ഓഫ്ലൈൻ സാധനങ്ങളില്ലല്ലോ. അല്ല, ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ എന്തൊരു ഉടായ്പ പരിപാടിയാന്ന് കരുതിയിരുന്നു. പിന്നീട് കോവിഡിന് ശേഷം ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ UGC റെഗുലറും ഡിസ്റ്റൻസും, അതായത് ODL OL എന്ന് പറയും. നമുക്ക് ഓപ്പൺ ആയിട്ട് പഠിക്കാം, എക്സാം എന്ത് ചെയ്യണം, സെന്ററിൽ വന്ന് എഴുതണം. ഓൺലൈനിൽ എക്സാമും നമുക്ക് വീട്ടിലിരുന്നിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ പാസ്സാവാൻ പറ്റും. അങ്ങനെ വേൾഡിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റികൾ അടക്കം മാറി. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു അപ്ഡേഷന് മാറണല്ലോ. ഇന്ത്യയിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ എന്തില്ല, പിന്നീട് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ റെഗുലർ സിസ്റ്റത്തിൽ നമ്മളൊരു സ്പൂൺ ഫീഡിങ് പോലെയാണ്, നമ്മളെല്ലാം കൊടുക്കുകയാണ്. ഇതിലങ്ങനല്ല, ഇയാൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റെഗുലർ ചെയ്ത ഡിഗ്രീനെക്കാട്ടി എത്രയോ ബുദ്ധിമുട്ടാണ് ഇഗ്നൂലൊരു ഡിഗ്രി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ പാസ്സാവുന്ന കുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആളായിരിക്കും അത് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് വാല്യൂ കൂടുക ഈ ആൾക്കായിരിക്കും. അതുകൊണ്ട് ഗുണം ഉണ്ടാവുക അങ്ങനെയാണ് ഓൺലൈനായിട്ട്. പലരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ഇഗ്നുവലാണ് പഠിച്ച് സെക്കൻഡറി ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ഡിഗ്രി ഇഗ്നുവലാണല്ലേ പഠിച്ചെന്നുള്ള രീതിയിൽ. പക്ഷേ ശരിക്കും ഇയാളുടെ വർക്കിനിടയിലോ അല്ലെങ്കിൽ അതർ തിരക്കിനിടയിലായിരിക്കും അത് പഠിച്ച് പാസ്സായിട്ടുണ്ടാവും. അതും സെൽഫായിട്ട് പഠിച്ച് ഫീഡ് ചെയ്യുന്നില്ല, സെൽഫായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് പാസ്സാവുന്നതാണ്. അപ്പോൾ സ്പെസിഫിക്കലി അത് കുറച്ച് ബുദ്ധിമുട്ടാണ് സംഗതി. പിന്നെ നമ്മളിപ്പോൾ ഒരു ചേഞ്ച് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആൾക്കാർ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. ഇനിയും വലിയൊരു ശതമാനം ആൾക്കാർ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ സ്വാഭാവിക ഇപ്പോഴത്തെ ഒരു യൂത്ത്, ഇപ്പോഴത്തെ ഒരു ജെൻസി എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി വേണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്കിൽ കോഴ്സുകളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറെ കൂടി, കേരളത്തിൽ പ്രത്യേകിച്ചും കൂടി. ഇതിന് കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പൊ പെട്ടെന്ന് എന്ത് വേണം, ജോലി വേണം. പ്രത്യേകിച്ച് ഇപ്പൊ 4 വർഷം എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നും പലതിലും അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. ആർട്സ് കോളേജുകളിൽ കുട്ടികളില്ല. അപ്പോൾ കുട്ടികൾ മിക്കവാറും പോകുന്നത് 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് ഒരു കോഴ്സ് പഠിച്ചിട്ട് ജോലി കിട്ടണം. അപ്പോൾ നമ്മളവിടെ ആ ഒരു ഗ്യാപ്പ്, ആ ഒരു സിനാരിയോ ഉണ്ടായിരിക്കും. അതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പം നമ്മളതിൽ പറയണത് കരിയർ പാക്ക് എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നു. കരിയർ പാക്ക് പറഞ്ഞാൽ നിങ്ങൾ 1 ഇയർ കൊണ്ടുള്ള കോഴ്സ് നിങ്ങൾ പഠിച്ച് ജോലി നേടിക്കോ. പക്ഷെ അതേ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ 1 ഇയർ കൊണ്ട് നിങ്ങൾ പഠിച്ച്, ഞങ്ങളടുത്ത് അങ്ങനത്തെ കോഴ്സുകളുണ്ട്, ഞങ്ങളും സ്കിൽ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. വേറെ ബ്രാൻഡിലാണ്, സ്കിൽ ഷോർ എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. അവിടെ നിന്നുള്ള കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടും. ഈ ജോലി കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. 1 ഇയർ കോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ പിന്നെ 2 വർഷം ഇതാക്കി 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഡിഗ്രിക്കും ജോയിൻ ചെയ്തിരുന്നു. 3ാമത്തെ വർഷം ഡിഗ്രി പാസ്സാവുമ്പോൾ ഇയാൾ
2 year എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്കിൽഡ് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ട് മാറും. നേരെ മറിച്ച് റെഗുലറിൽ പഠിക്കുന്ന കുട്ടിയോ 3 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് അത് മാത്രല്ല ഫ്രഷറായി ഇയാൾക്ക് സ്കിൽ കോഴ്സുകൾ ഇല്ല. പിന്നെ 1 year ഇയാൾ എന്ത് ചെയ്യണം, പഠിക്കണം, കോഴ്സ് പഠിക്കാൻ പോകാൻ ഇൻവെസ്റ്റ് ചെയ്യണം. 4 year ആയി. പിന്നെ 2 വർഷം എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും 2 വർഷം ജോലി ചെയ്യണം. 6 years കൊണ്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഗ്രാജുവേറ്റ് ആയി മാറുള്ളൂ. നമ്മളടുത്ത് പഠിക്കുന്ന കുട്ടിയോ 3 വർഷം കൊണ്ട് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്കിൽഡ് കോഴ്സ് അറിയുന്ന ഒരു ഗ്രാജുവേറ്റ് ആയിട്ട് മാറി. അതാണ് ഈ ഒരു മെത്തേഡിലേക്ക് വന്നാലുള്ള ഗുണം അതാണ്. അപ്പോൾ ഇത് ഇപ്പൊ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസ് നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനത്തെ ഒരു പാക്കേജ് ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. STEM 30. അത് STEM 30 പറഞ്ഞാൽ എമർജിങ് മാനേജേഴ്സിന്, സ്റ്റുഡൻസ് ടു എമർജിങ് മാനേജേഴ്സ്, അങ്ങനത്തെ ഒരു 30 കുട്ടികളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്തതാണ്. +2 കഴിഞ്ഞ ജയിച്ചാലും തോറ്റാലും പ്രശ്നമല്ല. ജയിക്കണം. തോറ്റാലും ഞങ്ങൾ എന്ത് ചെയ്യും, +2 അയാളെ പാസ്സാക്കിപ്പിക്കും. 6 മാസം കൊണ്ട് പാസ്സാക്കിപ്പിക്കും. അതിനുശേഷം അവർ 3 വർഷം ഡിഗ്രിക്ക് ചേർക്കും. ഞങ്ങളൊപ്പം സ്കിൽ കോഴ്സ് ഞങ്ങൾ ചെയ്യിപ്പിക്കും. ഞങ്ങളുടെ ഫേമിൽ അവർക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് ഒരു എമർജിങ് മാനേജർ ആയിട്ടുള്ള ഒരു കോഴ്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കും. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് നല്ലൊരു കമ്പനിയിൽ എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ പുറത്തൊരു കമ്പനിയിലും ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളൊപ്പം സ്റ്റൈപ്പൻഡോട് കൂടി വർക്ക് ചെയ്യാം 3 വർഷം ഫ്രീ ആയിട്ട്. വിത്ത് 2nd year onwards they will get salary. അപ്പൊ അതിപ്പോ അനൗൺസ് ചെയ്യുന്നതേ ഉള്ളൂ, അതോ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ളൂ? ഈ വർഷം ലോഞ്ച് ചെയ്യാണ്. അതിന്റെ ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിയിലാണ് 30 ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. 3 year ഞങ്ങളെ കൂടെ നിന്ന് കഴിയുമ്പോഴേക്കും ആള് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം നമ്മളെ ഫേമിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എക്സ്പോഷർ വന്നിട്ടുണ്ടാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും അക്കൗണ്ട്സ്, അക്കാഡമിക്സ്, നമുക്കിപ്പോ കറന്റ്ലി 80-81ഓളം സ്റ്റാഫുകൾ നമ്മളൊപ്പം ഉണ്ട്. കറന്റ്ലി ഓഫ്ലൈൻ ആയിട്ട്, ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു, ശരിക്കും പറഞ്ഞാൽ വലിയൊരു കമ്പനിയാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് ഇത്രയും കൂടുതൽ സ്റ്റാഫുകളൊന്നും ഉള്ള സ്ഥാപനങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവില്ല. നമ്മളെന്താ വെച്ചാൽ 6-7 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് ഒരാളായിരിക്കും, ചിലപ്പോൾ ക്ലാസ് കൊടുക്കുന്നത് ഒരാളായിരിക്കും, അയാൾ തന്നെ കുട്ടീൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, എല്ലാം ഒരു 1 man ഷോ പോലെ ആയിരിക്കും നടക്കുക. പക്ഷെ നമ്മളങ്ങനെയല്ല. 6-7 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നത് വേറെയാണ്, മെൻറ്ററിങ് വേറെയാണ്, അക്കൗണ്ട്സ് ആൻഡ് രജിസ്ട്രേഷൻ, കുട്ടികളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും നോക്കുന്ന വേറെ ടീമാണ്, പിന്നെ അക്കാഡമിക്സ് വേറെയാണ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് നോക്കാൻ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സ്റ്റുഡൻസ് കെയർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ട് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടിയിട്ട് വളരെ വൃത്തിയിൽ നടത്തുന്നൊരു, ശരിക്കും പറഞ്ഞ MNC കമ്പനി തന്നെയാണ്. അതുപോലെ ആവണം എന്നാണ്. പക്ഷെ ഇപ്പൊ തന്നെ നമ്മളൊരു ബേസ് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായി, ബേസ് സ്ട്രോങ് ആണ് അല്ലെ. ഈ STEM 30 എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് +2 കഴിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ +2ന്റെ റിസൾട്ട് ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു കുട്ടിക്ക് അതിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ദർ എന്നുള്ളതൊന്ന് ക്ലിയർ ആയി പറഞ്ഞുതരും. അത് ഞങ്ങളുടെ അതിന്റെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, നമ്മുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലോ കയറിയാൽ കിട്ടും. ആ അപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് നമ്പറിലേക്ക് അവർ കോൺടാക്ട് ചെയ്താൽ അവരുടെ അപ്ലിക്കേഷൻ നമ്മൾ എടുക്കും. അതിനുശേഷം ഒരു സ്റ്റുഡൻസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഓൺലൈൻ ആയിരിക്കോ? അല്ല, ഓഫ്ലൈൻ ആയിരിക്കും. ഓഫ്ലൈൻ ആയിരിക്കും. ഇപ്പൊ മഞ്ചേരിയിലായിരിക്കും ഇത് അല്ലേ? അപ്പൊ അവരവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് പഠിക്കണം. അതെ. സ്റ്റേ ചെയ്ത് പഠിക്കല്ല, ഞങ്ങളൊപ്പം ജോലി ചെയ്തിട്ട് പഠിക്കണം. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, പിന്നെ പഠിക്കാണ്ടായിരിക്കും. ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണെങ്കിലും 10 കഴിഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്യണം എന്ന് ഐഡിയ ഉള്ള ആൾക്കാർ വളരെ റെയർ ആണല്ലോ. എന്താണ് എൻ്റെ പ്ലാൻ എന്നറിയാവുന്നവർ. ഈ പ്ലാൻ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്കൊരു കരിയർ ഗൈഡൻസ് വേണ്ടി വരുമല്ലോ, ഇവർ എങ്ങോട്ട് പോവാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഭാവിയിൽ അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം റെലവൻസ് ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെയാണ് പറയാ? ആസ് യൂഷ്വൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, AI ആണ് വല്ലാണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സംഗതി. നമ്മളെല്ലാവരും ബാക്ക് ഡേറ്റ് ആയി പോയിരിക്കുകയാണ് ഓരോ നിമിഷം കൂടുന്നവരും. അപ്പോൾ AI-നെ എല്ലാ മേഖലയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ AI-നെ ഏറ്റവും നന്നായിട്ട് ലിവറേജ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും ഭാവിയിൽ സക്സസ്ഫുൾ ആണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു തോട്ട്. അപ്പോൾ ഏത് മേഖലയാണെങ്കിലും അവിടെ AI എങ്ങനെ യൂസ് ചെയ്യാം അതിലായിരിക്കും. ഇപ്പോൾ നമ്മളാണെങ്കിലും നമ്മളെ കോഴ്സുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി AI അസിസ്റ്റൻസോടുകൂടി വെൽ എക്യുപ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അക്കാഡമിക് സൈഡിലാണെങ്കിലും നമ്മളെ കോഴ്സുകൾ LLM ട്രെയിൻഡ് ആണ്. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ തന്നെ ഡൗട്ട് ചോദിക്കാൻ ഒരു ഫാക്കൽറ്റീൻ്റെ ആവശ്യം വരാത്ത രീതിയിൽ നമ്മളതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും AI യൂസ് ചെയ്തിട്ട് എങ്ങനെ ന്യൂ ഡിസൈൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇനിയിപ്പോൾ ഒരു കമ്പനി തുടങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെ AI യൂസ് ചെയ്തിട്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ AI എങ്ങനെ ലിവറേജ് ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള ജനറേഷൻ നോക്കേണ്ടതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിലിപ്പോ ഇത് പഠിക്കുന്ന കുട്ടികൾ, അതായത് ഇപ്പൊ ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ PG ഉള്ള ഇപ്പൊ നമ്മളെ പോലെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല, ഇവർക്കൊരു തോട്ട് ഉണ്ടാവും, അതായത് ഇവര് ചെയ്യുന്ന മേഖലയിൽ AI എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടോ? അങ്ങനത്തെ AI ട്രെയിനിങ് കോഴ്സുകൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ സ്കിൽ ഷോറിലുണ്ട്, AI കോഴ്സുകളുണ്ട്. പിന്നെ എല്ലാ സബ്ജക്റ്റിലും എങ്ങനെ AI ഉപയോഗിക്കാം എന്നുള്ള, അതായത് നമ്മൾ AI പവേർഡ് എജുതാലിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. കംപ്ലീറ്റ് സബ്ജക്റ്റിൽ നമ്മളെ LMSലടക്കം ആപ്പിലടക്കം AI ചാറ്റ് ബോട്ട് ഉണ്ട്. അപ്പോൾ AIനെ എങ്ങനെ സമഗ്രമായി നിങ്ങളെ മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും. നേരത്തെ ആഷിക്ക് പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ് ഒരു കോഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്, സ്കിൽ കോഴ്സാണ്. ഈ സ്കിൽ കോഴ്സിൽ എങ്ങനെ AI ഉപയോഗിക്കാം. ഇപ്പോൾ ഇന്നിപ്പോൾ ഡിസൈനിങ് ചെയ്യാൻ നമ്മളിരുന്ന് വരക്കേണ്ട ആവശ്യമില്ല, AIക്ക് കറക്റ്റ് പ്രോംപ്റ്റിംഗ് കൊടുത്താൽ അതാണ്. അപ്പോൾ പ്രോംപ്റ്റിംഗ് എഞ്ചിനീയറിംഗ് കറക്റ്റ് അറിയണം, അപ്പോൾ അത് സബ്ജക്റ്റിൻ്റെ ഭാഗമായിരിക്കണം. ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ R&D ഡിപ്പാർട്ട്മെൻറ്റ് റിസർച്ച് ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഏത് കോഴ്സിനാണ് കൂടുതൽ വാല്യൂ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന എല്ലാ കോഴ്സിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഇപ്പം AI വന്നാൽ നമ്മൾ ജോലി പോകുന്നു, പണ്ട് കമ്പ്യൂട്ടർ വന്നാൽ ജോലി പോകുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നിപ്പോൾ എന്താ, കമ്പ്യൂട്ടർ പഠിച്ച ആൾക്കാണ് ജോലിയുള്ളൂ. ഇതേപോലെ AIയിൽ ട്രെയിൻഡ് ആയ ആൾക്കാർക്കും ഭാവിയിൽ ജോലി ഉണ്ടാവുക. നിങ്ങളെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് AI അറിയുന്നുണ്ടോ എന്നുള്ളതായിരിക്കും നോക്കുക. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും, അതായത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയാലും ഒരു AI ട്രെയിൻഡ് ആയ ആളാണോ, AIയിൽ അയാൾക്ക് എങ്ങനെ പ്രോംപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയുമോ എന്നുള്ളത് നോക്കുന്നൊരു കാലഘട്ടം ആണിപ്പോൾ. അതൊന്നും കൂടി എന്ത് ചെയ്യും, നന്നായി വരും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേഷൻ കൊണ്ടുവന്ന് പഠിക്കണം, അപ്ഡേറ്റഡ് ആവണം. ഇപ്പൊ നമ്മൾ ഓഫ്ലൈൻ സ്കൂളുകളിലൊക്കെ മിക്കവാറും AI അവർക്കൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടല്ലോ. നമുക്ക് ഈ ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും ബൈ ഡിഫോൾട്ട് AI ഉണ്ടോ? AI സബ്ജക്റ്റ് മീൻസ് നമ്മൾ AIനെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ LLM പറഞ്ഞു. LLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിൻ്റെ LLM നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ LLMൽ അവർക്കിപ്പോൾ അസൈൻമെൻറ്റ് വേണം, അല്ലെങ്കിൽ പഠിക്കണം, നാളെ നടക്കുന്ന സബ്ജക്റ്റിൻ്റെ ഒരു മോഡൽ എക്സാം പേപ്പർ എനിക്ക് വേണം. പണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ അത് മോഡൽ എക്സാം പേപ്പറൊക്കെ വരുന്ന ബുക്ക് വാങ്ങണം, ലേബർ ഇന്ത്യ പോലത്തെ ചോദിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അത് തരണം. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, ഈ AI എന്ത് ചെയ്ത് തരും, മോഡൽ എക്സാം പേപ്പർ നമുക്ക് തരും. എന്നിട്ട് നമ്മളത് എഴുതിയിട്ട് അതിൽ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ ചെക്ക് ചെയ്തിട്ട് ഇത്ര മാർക്കാണ് നിനക്ക് കിട്ടിയത് എന്നുള്ളത് എന്ത് ചെയ്യും, അതിലുണ്ടാവും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലതിലും AI ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ AIൻ്റെ കോഴ്സുകളുണ്ട് നമ്മുടെ അടുത്ത്, ഈ പ്രോംപ്റ്റിംഗ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകൾ നമ്മുടെ അടുത്ത് സെപ്പറേറ്റ് സ്കിൽ കോഴ്സസ് ഉണ്ട് അല്ലേ? ഓ ഗ്രേറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നേരത്തെ നിങ്ങൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട് നമ്മുടെ ചുറ്റും. വൈ ഷുഡ് സമ്മൺ ഓപ്റ്റ് ഫോർ എഡ്യൂടാലിം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ USP തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7-8 ഡിപ്പാർട്ട്മെൻറ്റുകൾ കൃത്യമായിട്ടൊരു SOPൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സർവീസിന് അത്രയും ക്വാളിറ്റി ഉണ്ട്. മിസ്റ്റേക്കുകൾ വരും, ഇല്ല എന്നൊന്നും പറയണില്ല, കാരണം ഇത് മനുഷ്യന്മാരും ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഒരു 90-99% 100% ആക്കാൻ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു 1% മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് അപ്പം അത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമം നടത്തി അത് ക്ലിയർ ചെയ്തിരിക്കും. നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, രജിസ്ട്രേഷനിലാണ് കൂടുതൽ മിസ്റ്റേക്കുകൾ വരിക. പക്ഷെ നമുക്ക് വിരലിൽ എണ്ണി പറയാൻ പറ്റും ഇത്ര സ്റ്റുഡൻസിനാണ് നമുക്ക് വന്നത്, 3-4 സ്റ്റുഡൻസിന് ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തതും കാര്യം നമ്മളെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കും, അയാളെ പഠനം മൊത്തം ഞങ്ങൾ ഏറ്റെടുക്കും. അതായത് നമ്മൾ സ്റ്റാഫിൻ്റെ അടുത്ത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കും, പക്ഷെ നമ്മളത് മൊത്തമായിട്ട് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇനി അയാൾ എന്താണ് ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ഒരു 3-4 കേസ് നമുക്ക് ഈ 6 വർഷത്തിൻ്റെ ഇടയിലുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളെ സെലക്ട് ചെയ്യണം എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. സർവീസ് നിങ്ങൾക്ക് 100% ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. ഓക്കെ, ഫൈനലി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു ബ്രാൻഡിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ബ്രാൻഡ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഓപ്റ്റ് ദം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്താ പറയുക? ഇപ്പോൾ കറന്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലേസ്മെന്റ്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. അസിസ്റ്റൻസ് അല്ല, പ്ലേസ്മെന്റ് ഗ്യാരണ്ടി പറയും. ചില ആളുകൾ സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കും, അഗ്രിമെന്റ് ലെറ്ററിൽ സൈൻ ചെയ്ത് കൊടുക്കും. ബട്ട് നമ്മൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി, ഈ ഇത്രയും ആളുകളെ
എംപ്ലോയ്മെൻറ്റ് ഈ ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. പല ആളുകളും ഇങ്ങനത്തെ പ്രോമിസുകൾ കേട്ടിട്ടാണ് പല സ്ഥാപനങ്ങളും പോയി ജോയിൻ ചെയ്യുക. വലിയ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചിലപ്പോൾ ജോയിൻ ചെയ്യും, ചിലപ്പോൾ ഈ അഗ്രിമെൻറ്റിൻ്റെ ധൈര്യത്തിൽ ജോയിൻ ചെയ്യും. നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ ലെങ്തിയാണ്. അപ്പോൾ ഒരു കരിയറാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നും കിട്ടിപ്പോകില്ല. അപ്പോൾ ഈ ഒരു ഹുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 100% ഗ്യാരണ്ടി, പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി നമുക്കൊരിക്കലും ഇറ്റ്സ് നോട്ട് പോസിബിൾ. 100% അസിസ്റ്റൻസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്കിൽ കോഴ്സുകൾക്ക്. പക്ഷേ ഡിപ്പെൻസ് ഓൺ സ്റ്റുഡൻറ്. ഇപ്പം നമ്മൾ നല്ലൊരു കോഴ്സ് ഡിസൈൻ ചെയ്തു, ക്ലാസ് കൊടുത്തു, പക്ഷെ കുട്ടി പഠിച്ചില്ല, അയാൾക്ക് നമുക്ക് എന്താണ് പ്ലേസ്മെന്റ് അഷുറൻസ് കൊടുക്കാൻ പറ്റും? അയാൾ ഇന്റർവ്യൂവിൽ ഉറപ്പായിട്ടും ഫെയിൽ ആവും. അപ്പം അതൊരിക്കലും അങ്ങനത്തെ ഒരു ഫേക്ക് സംഭവം നമ്മൾ കൊടുക്കലില്ല. നമ്മളതിൻ്റെ ക്വാളിറ്റി പറയുമ്പോൾ അത് നന്നായി ചെയ്തിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇപ്പം എനിക്ക് ഓൾറെഡി ഒരു PG ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നിൽക്കുന്നത് നമ്മൾ പഠിത്തം നിർത്തുമ്പോഴാണ്. അത് പഠിത്തം എന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞത് ഫീസ് കൊടുത്ത് നിങ്ങളൊരു കോഴ്സ് ചെയ്ത് അതിൻ്റെ എക്സാം എഴുതി നിങ്ങളത് വിൻ ചെയ്ത് ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന്. പക്ഷെ എന്തിനെന്നൊരു ചോദ്യമില്ല. അതായത് ഇനി ഒരു PG എന്തിനാ, അല്ലെങ്കിൽ ഇനി വേറൊരു കോഴ്സിൽ ഒരു BA അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നത് എന്തിനാ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഫീൽഡിലുള്ള ആളുകൾ എന്ന രീതിയിൽ എന്താ നിങ്ങൾ അതിന് ഉത്തരം പറയുക? പിന്നെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരിക്കലും പഠനം നിർത്തരുത്, നമ്മളുടെ ആയുസ് വർദ്ധിപ്പിക്കും എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മളുടെ എക്സ്പോഷറും നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫുകളൊക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ഓരോ പഠനം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഈ വേദഗ്രന്ഥങ്ങളൊക്കെ പറയുമല്ലോ, ശരിക്കും ഇപ്പോൾ ഒരു എല്ലാ മതങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഒരു 40-45 വയസ്സിന് ശേഷമാണ് ഇവരൊക്കെ എന്ത് ചെയ്യണത്, ഈ വേദഗ്രന്ഥങ്ങൾ പഠിക്കുന്നതും എഴുതുന്നതും ഒക്കെ. അപ്പോൾ നമ്മളെവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 30 വയസ്സിൽ നിർത്തണം, അല്ലെങ്കിൽ 25 വയസ്സിൽ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും മനുഷ്യനാക്കി മാറ്റുക വിദ്യാഭ്യാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം എന്നുള്ളത് അത് നമ്മളെല്ലാ തലത്തിലും എന്ത് ചെയ്യും, സ്വാധീനിക്കും. ഞാനതിൽ നിന്ന് എൻ്റെ ഒരു പേഴ്സണൽ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ പഠനം തുടർന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും, ആയുസ് കൂടും, പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലും ഒരു ശരീരത്തിന് എന്ത് ചെയ്യും, ഒരു ഉന്മേഷം, ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി മൾട്ടിപ്പിൾ ഡിഗ്രീസ് ഒക്കെ ഉള്ള ആളാണ്, LLM MSW ഒക്കെ ഉള്ള ആളാണ്. 62 വയസ്സായ ആൾക്ക് തോന്നുന്നു കണ്ടാല്. ഇത് ഈ ലിസ്റ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതിന് മാത്രമൊക്കെ പഠിച്ചിട്ട് എന്തിനാ, എന്നിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കല്ലേ, അപ്പൊ ഈ പുള്ളി ഇതൊക്കെ ഉപയോഗിക്കും, ഇതൊക്കെ നമ്മളുടെ തലയിൽ വരും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഡിഗ്രീസ് എടുക്കുന്നവരുടെ പിന്നിലുള്ളത് ശരിക്കും ഈ പറഞ്ഞ പോലെ പാഷനാണ്. പാഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 82 വയസ്സായ ആൾ SSLC എന്തിനു എഴുതുന്നു, PSC ആയിട്ടാണല്ലോ. അപ്പൊ അത് ഒരു ഫുൾഫിൽനെസ് ആണ്. പിന്നെ പിന്നീടും ജീവിക്കാനും നമ്മളൊരു ലക്ഷ്യത്തിനു വേണ്ടിയിട്ടുള്ളത് എന്താണ്, നമ്മൾ ടാർഗറ്റ് വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ കഴിഞ്ഞു. ഇപ്പം ചില ഇതിൽ കേട്ടിട്ടുണ്ട്, വലിയ ബില്യണറായി എല്ലാം ആസ്വദിച്ചു എന്നിട്ട് ആത്മഹത്യ ചെയ്തു. കാരണം പിന്നീട് ആർക്കൊന്നും അങ്ങോട്ട് ഇല്ല. അപ്പം നമ്മളുടെ മുന്നോട്ടുള്ള ടാർഗറ്റിന് ഏറ്റവും ബെസ്റ്റ് സംഭവം പഠനമാണ്, വിദ്യാഭ്യാസമാണ്. കുറേ പഠിക്കാനുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ 120ഓളം ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഡിഗ്രിയും PG ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കോഴ്സുകൾ പഠിക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരാളെ കേട്ടത് 42 ഡിഗ്രി ആൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴും അയാൾ ഡിഗ്രിയും PG എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല യൂണിവേഴ്സിറ്റികളെ പഠിക്കുകയാണ്, ഒരേ സബ്ജക്റ്റ് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി ചെയ്യുക. അപ്പോൾ ഇന്ന് ഇതിന് ഏറ്റവും നല്ല സാധ്യതയാണ് ഈ ഓൺലൈനും ഡിസ്റ്റൻസും ആയതുകൊണ്ട്. ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ ട്രിപ്പിൾ ഡിഗ്രി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൈക്കോളജിയിൽ. സൈക്കോളജി, ഇംഗ്ലീഷ്, പിന്നെ സോഷ്യോളജി, മൂന്ന് കൂടി ട്രിപ്പിൾ ഡിഗ്രി വരെ സമയം ചെയ്യുന്നുണ്ട്. ആളെ MBA ചെയ്യുന്നുണ്ട്. പിന്നെ ടാർഗറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ CM പറയുന്നത് കേട്ടിട്ടുണ്ട്. മൂപ്പർക്ക് ഡെയിലി ടാർഗറ്റ് ഉണ്ട്, ഇത്ര പേജസ് വായിക്കണം ഡെയിലി ടാർഗറ്റ് ഉണ്ട് ആൾക്ക്. ഇപ്പോൾ പഠനം, വായന, എഴുത്തതൊന്നും ഒരിക്കലും നിർത്താൻ പാടില്ല. പഠിക്കുക, വീണ്ടും പഠിക്കുക. യു ഹാവ് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു, അല്ലേ? നൈസ്. എനിക്കൊരു കോഴ്സ് പറഞ്ഞതാ, എന്തെങ്കിലും ഒരു കോഴ്സ് ഭയങ്കര രസമുള്ളൊരു കോഴ്സ്. എന്തില്? ഏതിലാണ് പാഷൻ? എന്താണ് പാഷൻ? ഇത് തന്നെ എന്റെ പാഷൻ, ഈ വർത്താനം പറയില്ല. CMനെ പോലെ ഒരു MSW എടുക്കാം. അത്രക്കൊക്കെ പോണോ? ശ്രമിക്കാം. അപ്പം നേരത്തെ സക്കറിയ പറഞ്ഞതുപോലെ പഠനം എന്നൊരു പാഷനായിട്ട് എത്തുന്നവരെ ഏറ്റവും ബെസ്റ്റ് വേർഷനായി പുറത്തിറക്കാൻ എഡ്യൂടാലിമിന് ഇനിയും കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.